കോടതിയിൽ പോകുമ്പോഴേ നീതി കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യം. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് എനിക്കിപ്പോ പറയാൻ പറ്റുന്നത്. പരാതിയിൽ നടി ലക്ഷ്മിപ്രിയക്കെതിരെ കേസെടുത്തു. തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെതിരെയും വനിതാ സെൽ SI രേഷ്മയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. നന്നായി കേസെടുത്ത്. അത് മാത്രമല്ല ചോദ്യം ചെയ്യാൻ വന്നില്ലെങ്കിൽ തൂക്കിക്കൊണ്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് തന്നെ ഇട്ടു. ഇത് കാണുന്ന ഓരോ വ്യക്തിയാണെങ്കിൽ പോലെ നിങ്ങളിപ്പോൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ സ്പോട്ടിൽ ഇട്ടോ. എന്നിട്ട് നിങ്ങൾ പരമാവധി ഒരു കോണ്ടന്റ് ഷെയർ ചെയ്യുക. കാരണം ഇത് അവർ ഒരു അവസാനിപ്പിക്കണമെന്നൊരു ഉദ്ദേശവും ഇല്ല. അത് ഏതൊക്കെ രീതിയിൽ തന്നെ വളച്ചൊടിക്കാൻ നോക്കുന്നുണ്ടോ ആ രീതിയിലെല്ലാം കാര്യങ്ങൾ വളച്ചൊടിക്കുന്നുണ്ട്. ഇപ്പോൾ പിഷാരിയുടെ കാര്യം കണ്ടില്ലേ? പിഷാരിയുടെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ല. ആ വോയിസും കാര്യങ്ങളൊക്കെ 45 മിനിറ്റിൻ്റെ വോയിസ് പുറത്ത് വിട്ടു. അവസാനം അദ്ദേഹം കിടന്ന് ചിരിക്കുന്നതും പിന്നെ ഹസ്ബൻഡ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അതൊക്കെ വളച്ചൊടിച്ച് കുറേയൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ കയറ്റി വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. കഥയറിയാതെ ആട്ടം കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ ഇവരുടെ വമ്പം കളികൾ നടന്നുകൊണ്ടിരിക്കുന്നത് BJP-കാരുടെ. നിങ്ങൾ ഇത്രയും ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ BJP പാർട്ടി നല്ല രീതിയിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം പാലക്കാട് അറിയാലോ, ശോഭാ സുരേന്ദ്രനെ എതിരെ മത്സരിച്ച് പിഷാരടിക്ക് എത്രമാത്രം അവർ ഹേറ്റുണ്ടാക്കിയതാണ്. ആ ഒരു അവസരം സത്യം പറഞ്ഞ ഷേതങ്ങ് മുതലാക്കി കൂടെ എന്നൊരു വ്യക്തി, അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ടൊരു വ്യക്തിക്ക് ഇട്ട് കൊടുത്ത ഒരു പണിയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് തുടങ്ങിയ ആൾക്കാർ തോന്നിവാസ സംസാരങ്ങളും അദ്ദേഹത്തിൻ്റെ കളിയാക്കലും ഒക്കെ ഓക്കെ എന്തോ ആയിക്കോട്ടെ. എന്തായാലും ജനങ്ങൾക്ക് എന്തായാലും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പം ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക, ഹൈപ്പ് പരമാവധി നിങ്ങളെ ഹൈപ്പും കൊടുക്കുക. ഈ വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് യൂട്യൂബിലുള്ളവർ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ കൊടുക്കുക. ചാനൽ സബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക. ഇത് നമുക്ക് ഈ കേസിനെ കുറിച്ച് നമുക്ക് കേട്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് അൻസിബയുടെ ഒരു വോയിസ് ഉണ്ട്, അതും കൂടെ ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. പിന്നെ ഇന്ന് രാഹുൽ ഈശ്വർ ആണെങ്കിലും മായ ആണെങ്കിലും ഇവരൊക്കെ വന്നിട്ടാണ് ഈ പറയുന്ന ചാനൽ ചർച്ച ഉണ്ടായിരുന്നു. ആ ചാനൽ ചർച്ചയ്ക്കകത്ത് ഒരു മനുഷ്യർ പോലും ഇല്ലായിരുന്നു. ഈ പറയുന്ന രാഹുൽ ഈശ്വരനൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയാണെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പിന്നെ സിനിമ നടൻ ദിലീപ് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഓടിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കേൾക്കാം. വിവരങ്ങൾ നൽകാൻ ചേരുന്ന നിതിനി അമ്മയിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധി അത് അവസാനിക്കുന്നേ ഇല്ല. കോടതി നടപടികളും ഇടപെടലും അതോടൊപ്പം കേസും കൂട്ടവുമായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഈ പുതിയ കേസിന്റെ വിവരങ്ങൾ? നിധി ശിഹാസ്, താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ടുണ്ടായ കേസുകളാണ്. അതാണ് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ എത്തിയിരിക്കുന്നത്. അതോടുകൂടിയാണ് ഇപ്പോൾ ലക്ഷ്മിപ്രിയക്കെതിരെ ഇവിടെ കേസെടുത്തിരിക്കുന്നത്. തുടക്കത്തിൽ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ട നടി അൻസിബയെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് അൻസിബ പോലീസിൽ പരാതി നൽകിയിരുന്നത്. ഈ പരാതി പിന്നീട് തൃക്കാക്കര ACP അന്വേഷിക്കുകയും കേസെടുക്കേണ്ടതില്ല എന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് കേസെടുക്കേണ്ടതില്ല എന്ന റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് അൻസിബ കോടതിയെ സമീപിക്കുന്നത്. ഈ കോടതിയെ സമീപിച്ചപ്പോഴാണ് ഈ കേസ് പരിശോധിക്കുകയും അതിൽ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. അതിനൊടുവിലാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലീസ് നടി ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, ഒപ്പം തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ സെല്ലിലെ SI രേഷ്മ എന്നിവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ സമാനമായ പരാതിയിൽ ടിനിപ്പോവിനെതിരെയും ഇത്തരത്തിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അൻസിബ അന്ന് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ കേസെടുക്കേണ്ടതായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. തുടർന്ന് അൻസിബ ആ കേസിലും കോടതിയെ സമീപിക്കുകയും പോലീസ് കേസെടുക്കാൻ കോടതി പോലീസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഈ വാട്സ്ആപ്പ് മെസ്സേജിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ തന്നെ മാനസികമായി പീഡിപ്പിച്ചു. ഒപ്പം നടി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ജയേഷ് തന്നെ ഫോണിൽ കൂടി മാനസികമായി പീഡിപ്പിച്ചു. ഒപ്പം ഈ താൻ പറയാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തു. വനിതാ സെല്ലിലെ SI തന്നോട് മോശമായി പെരുമാറി തുടങ്ങിയവയായിരുന്നു അൻസിബയുടെ ആരോപണം. ഈ പരാതിയിൽ തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ദിലീപിന്റെ കാണുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് എന്തിനാ? നിങ്ങൾ തന്നെ പറ. നമുക്കൊരു നീതിക്കും കാര്യത്തിനും വേണ്ടിയാണ്. പക്ഷെ അവിടുത്തെ പോലീസുകാർ എന്താ ചെയ്തത്? ഇവർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ വേണ്ടി നടന്നു. അതുപോലെ തന്നെ ടിനി ടോമിനെ പോലെ ടിനി ഇപ്പം നൈസായിട്ട് അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ടിനി അങ്ങനെ രക്ഷപ്പെടുന്നൊന്നും കരുതൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇപ്പം അൻസിബയുടെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ടാണ് കോടതി വരെ ഈ പറയുന്ന അൻസിബയ്ക്ക് വേണ്ടി ഇപ്പം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ലക്ഷ്മിപ്രിയയ്ക്കും ഹസ്ബൻഡിനും രേഷ്മ എന്ന് പറയുന്ന ആ ഒരു ലേഡിക്കും വേണ്ടി എന്താ പറയണ്ടേ കർശനമായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വെറുതെ വിടുമെന്ന് തോന്നില്ല. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ ഗുരു പൊട്ടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതുപോലത്തെ കുത്തിത്തിരിപ്പുകൾ ലക്ഷ്മിപ്രിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പെൺ ഒറ്റയ്ക്ക് ഒന്ന് ഫൈറ്റ് ചെയ്തത് ഒറ്റയ്ക്ക്. നിങ്ങളെല്ലാവരും വിചാരിച്ചു ഈ ഒരു വിഷയം കഴിഞ്ഞിട്ടില്ല. ഇത് തുടക്കം മാത്രമേ ഉള്ളൂ. ഇനി വലിയ കാര്യങ്ങളായിരിക്കും വരാൻ പോവുക ചെയ്യുന്നത്. ഇന്ന് ദിലീപിന്റെ ഒരു പരിപാടിയായിട്ട് ദിലീപിനോട് ചോദിച്ചിട്ടുണ്ടായത്. അപ്പോൾ ദിലീപ് കൊടുക്കുന്ന മറുപടിയും കൂടെ നിങ്ങളൊന്ന് കേട്ടെ. നമ്മുടെ മുഖത്ത് കൂടി ചിരി ഉണ്ടാവണം. നമ്മുടെ സംഘടനകളാണെങ്കിൽ ഒരാളോട് ദേഷ്യത്തോടെ അതിനൊറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കണം. കാരണം അതാണ് അതിന്റെ ചിരി. ഈ ചിരിയും ഈ കൂട്ടായ്മയും മുന്നോട്ടുണ്ടാവണം. അത് സംസാരിച്ചു കൊടുക്കണം. ഒരിക്കലും നിങ്ങൾ ഒരു ദിവസം സംസാരിക്കണം. കാരണം നമ്മൾ ഈ സംഘടന ഉണ്ടാകുന്നത് നമ്മളുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക്
പുള്ളിക്കാരനുള്ള സമയത്ത് എങ്ങനെയായിരുന്നു, അവിടെ ഒരു കുറവും വന്നിട്ടില്ലായിരുന്നു. പിന്നെ പുള്ളിയുടെ പേരിലുള്ള കേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാറിയേ പറ്റത്തുള്ളൂ. അങ്ങനെ പുള്ളിയെ പിടിച്ച് മാറ്റുകയും ചെയ്ത് പുള്ളി കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഒരു കുറവ് ഒരാൾക്കും ഒരമ്മമാർക്കും വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ അവിടെ കൂട്ടത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ മായൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിലീപിന്റെ കണ്ണീരാണ് ഇവിടെ എല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ഇനി ലക്ഷ്മിപ്രിയ ഇവിടെ നമ്മുടെ അൻസിബയുടെ വോയിസ് ഉണ്ട്. ഇന്ന് കോഴിക്കോട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഫാഷൻ ഷോയിൽ. അതിൽ ഈ പറയുന്ന അൻസിബ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ വെച്ചിട്ട് അൻസിബയുടെ വോയിസും കൂടെ നമുക്ക് കേൾക്കാം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പ്രമോട്ട് ചെയ്യുന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫാഷൻ ഷോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ഫാഷൻ ഷോ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതാണ് സംഭവം. ഇനി മെയിനായിട്ടുള്ള വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അൻസിബയുടെ വോയിസ് വെക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു സംഭവം കൂടെ എന്ന് വെച്ചാൽ മായയും ഈ പറയുന്ന രാഹുൽ ഈശ്വറിനൊക്കെ എന്തിനാണ് ഇവിടെ കൊണ്ടിരുത്തിയെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. രാഹുൽ ഈശ്വർ, ശ്രീ രത്നകുമാർ പല്ലിശ്ശേരി എന്നിവരാണ് പ്രൈവറ്റ് പേരിൽ ചേരുന്നത്. ആദ്യം ശ്രീമതി മായ വിശ്വനാഥ്, ഇത് സഹിക്കുന്നതിനും അപ്പുറത്തേക്ക് പോവുകയാണല്ലോ പൊതുസമൂഹത്തിന്. ഇപ്പോൾ ആരുടെ പക്ഷത്താണ് അമ്മയിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയിരിക്കും, പക്ഷെ ഒരു ദിവസം ഒരു പക്ഷത്താണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു പക്ഷത്താണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്. ഇത് നിർത്താറായില്ലേ? എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ അകത്ത് അംഗങ്ങളായ ഞങ്ങൾക്ക് പോലും പറയുന്നില്ല. കാരണം ജൂൺ 20 വരെ കുറെ പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ നില ഞങ്ങൾ കുറെ പേരുണ്ട്. പെട്ടെന്ന് എന്താണ് നടന്നതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. പെട്ടെന്ന് മറുവർഷത്തേക്ക് ചാടി ഇവര് പറഞ്ഞ നിലപാടുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാള് രാജിവെക്കുന്നു, അങ്ങനത്തെ രാജിവെക്കുന്നു. ഒരു പക്വതയില്ലായ്മയെ കൂടെ സ്റ്റേജിൽ നിന്ന് ചാടി ഇറങ്ങി പറയുന്നു. പക്ഷെ അന്ന് എന്തുകൊണ്ടാണ് അവര് രാജിക്കത്ത് എഴുതി കൊടുക്കാതെ പോയത്? പിന്നെ കുറച്ച് ദിവസം വരുമ്പം അവര് പറയുന്നു എനിക്ക് പ്രസിഡന്റ് സ്ഥാനം വരുന്നു. ഇതൊക്കെ ഒരു കോമഡി സിനിമയെ പോലും കാണാത്ത കോമഡി രംഗങ്ങളാണ് ഇന്ന് പൊതുജന മധ്യത്തിലേക്ക് വലിച്ചഴക്കപ്പെടുന്നു. ശ്വേതാമേനോന്റെ കാര്യം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അവർക്കാണ് ഇപ്പോൾ ഡബിളും ട്രിപ്പിളും ഇല്ലാത്ത സ്റ്റാൻഡ്. പിന്നെ അവർ കാണിച്ചൊരു 4 പരിപാടിയായിരുന്നു പിഷാരയുടെ ഒരു വിഷയം. ഓക്കെ, എന്തായാലും ബാക്കി കൂടെ വെക്കാം. വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് നടക്കുന്നത്. കാരണം ഈ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് മുരളീച്ചേട്ടനും കെ പി ഗണേഷ് കുമാറും മധു അങ്കിളും എല്ലാവരും കൂടി ചേർന്നാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയിരുന്നത്. അന്ന് കുറെ വർഷം ഇന്നസെന്റ് എന്ന് പറയുന്ന അദ്ദേഹം ഇന്നസെന്റ് അങ്കിൾ പ്രസിഡന്റ് ആയിട്ടിരുന്ന സമയത്തും സെക്രട്ടറി ആയിട്ട് ഇടവേള ബാബു ഇരുന്ന സമയത്തും ലാലേട്ടനും മമ്മൂക്കയും ഇപ്പൊ ചാക്കോച്ചനും എല്ലാവരും ഉണ്ടായിരുന്ന സമയത്തൊന്നും അത് എത്ര ഭംഗിയായിട്ടാണ് അവിടെ നടന്നുകൊണ്ട് പോയത്. ഒരു സുപ്പീരിറ്റി കോംപ്ലക്സോ അതൊന്നും ഇല്ലാതെ പരസ്പരം ഉത്തരവാദിത്തോടെ, പരസ്പരം ചേർന്ന് നിന്ന് അച്ചടക്കത്തോടെ, പരസ്പര ബഹുമാനത്തോടെ, പരസ്പര സ്നേഹത്തോടെ ഉണ്ടായിരുന്നതായിരുന്നു. ആദ്യമായിട്ടാണ് 31 വർഷം കഴിഞ്ഞപ്പം ഈ ഒരു ഇവര് വന്ന ശേഷം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല. പക്ഷെ സ്ത്രീകളെ കുറിച്ച് സ്ത്രീകൾ വന്നുകൊണ്ടാണ് ഇവിടെ സ്ത്രീകളുടെ കുഴപ്പമില്ല, കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞു. അവരൊക്കെ ആദ്യം പറയട്ടെ, ശ്രീമതി എന്റെ വിശ്വനാഥ് എന്റെ അച്ഛനാണ്. താങ്കൾ പറയുകയുണ്ടായി ഇതിപ്പോൾ ഇത്രയും ആളുകളൊക്കെ ഉള്ള സമയത്ത് എന്ത് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞ ഒരു സംഘടനയാണ് അമ്മ എന്ന്. പക്ഷേ അവര് കുഴപ്പമാണ്, ആകെ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് കണ്ടുകൊണ്ടല്ലേ സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ ജനാധിപത്യ സ്വഭാവം സംഘടനയ്ക്കുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നു അവരായിരുന്നു നല്ലതെന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഇല്ല, ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ പല അഭിപ്രായങ്ങൾ കാണും. പുതിയ ആൾക്കാർ ഒരിക്കലും അല്ല. പുതിയ ആൾക്കാർ ഞാൻ പറഞ്ഞത് ഇന്നസെന്റ് ഇടവേള ബാബു കുറെ പേരുടെ കാര്യം പറഞ്ഞത്. ഓക്കെ, ഞാൻ അത് എന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇടവേള ബാബു ഉള്ള സമയത്ത് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ എനിക്ക് കമന്റ് ഇട്ട് വെച്ച് ദിലീപിന്റെ പ്രശ്നം വന്നു. അത് പുറത്തെ പ്രശ്നമാണ്, അത് അകത്തെ പ്രശ്നമല്ല. അതും ഇത് തമ്മിൽ ഒരുപാട് ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ രാഹുൽ ഈശ്വറിനെയൊക്കെ പിടിച്ചിരുത്തി എന്തിനാണെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പുള്ളിയൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. വേണ്ടേ, ഞാൻ പിന്നെ അതൊന്നും കൂടുതൽ ഇവിടെ വെക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരെ രാഹുലിനെ ഒന്നും കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. രാഹുൽ എന്ന് വെച്ചാൽ അത്ര മോശപ്പെട്ട ആളൊന്നും അല്ല. പറയാം, നമ്മുടെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി അവിടെ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരുവാണ് വേണ്ടത്. ഇവിടെ എന്തിനാ ഈ പറയുന്ന രാഹുൽ ഈശ്വറിനെ പോലുള്ള വ്യക്തികളൊക്കെ ഇവർ കൊണ്ടുവന്നെന്നാണ് ഞാൻ ആലോചിച്ച് പോയത് തന്നെ. ഓക്കെ, എന്തായാലും അൻസിബയുടെ ഒരു വോയിസും കൂടെ നിങ്ങളൊന്ന് കേട്ടിട്ട് എന്ന് അവിടെ വെച്ച് അൻസിബ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യം. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് എനിക്കിപ്പോ പറയാൻ പറ്റുന്നുള്ളൂ. എനിക്ക് കോടതിയിൽ പോകുമ്പോഴാണ് FIR ആയിട്ട് വരുന്നത്. അപ്പോ പ്രഥമ ദൃഷ്ടിയ കേസ് എടുക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ടിനിച്ചേട്ടന്റെ വിഷയത്തിലാണെങ്കിലും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വിഷയത്തിലും കോടതിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ടായിരിക്കും FIR ഇടാൻ പറഞ്ഞിട്ടുണ്ടാവുക.
അതിന്റെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിൽ കഴമ്പില്ലാന്ന് റിപ്പോർട്ട് നൽകുന്നത്. അതിലൊക്കെ ഭയങ്കര വിഷമമുണ്ട്. അതെങ്ങനെയാണ് അങ്ങനെ? അത് ഒരു സാധാരണ നോർമലി ഒരു സാധാരണ മനുഷ്യന്റെ ഒരു വിവേചന ബുദ്ധി വെച്ചിട്ട് നമുക്ക് കാണുമ്പോൾ അറിയാലോ ഇത് കേസെടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ പോലുള്ളൊരു കാര്യത്തിൽ അത് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. അത് മാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ഭരിക്കുന്ന ആളുകൾ അത് മാറ്റിയെടുക്കണം. ടിനി ടോമിനെതിരെ പരാതി ഇന്നലെ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം കടവൻ ടെസ്റ്റിൽ നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ അന്വേഷണം കടവൻ ടെസ്റ്റ് മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് എന്റെ മുഖ്യമന്ത്രിയെ കാണാൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കണമെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FIR ഇട്ടു. അപ്പോ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. അപ്പൊ എൻ്റെ അടുത്ത് 5 മണിയാണ് പറഞ്ഞത്. അപ്പൊ 5 മണിക്ക് ഞാൻ ചെന്നു. പക്ഷെ 5 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചത് SI ആയിരുന്നു. വനിതാ SI ആയിരുന്നു. മാം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ മാമിനെ വിളിച്ചു ചോദിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞു. പിന്നെ മാം എത്തിയില്ല. അപ്പൊ മാം പറഞ്ഞു ASI അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ASI വനിതാ SI തന്നെയാണ്. അപ്പൊ അവരും എത്തിയില്ല. അങ്ങനെ ഒരു 45 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഓൾറെഡി അന്ന് വയ്യായിരുന്നു. കാരണം അന്ന് രാവിലെ പ്രസ് മീറ്റും അത് കഴിഞ്ഞിട്ട് നേരെ തൃപ്പൂണിത്തുറ കോടതിയിലും പോയി. അതും കഴിഞ്ഞിട്ട് കോടതി ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ആ കോടതിയിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ ആ കോടതിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ നിന്ന് വീണ്ടും ഫ്രഷായി ഞാൻ അവിടെ നിന്ന് കടവന്ത്ര വരെ എത്തണം. ഞാനൊരു മനുഷ്യനല്ല, എല്ലാ സ്ഥലത്തും ഓടി എത്തണ്ടേ. അപ്പൊ അങ്ങനെ വയ്യാണ്ടായിരിക്കുന്നു. അപ്പോഴാണ് അത്രയും നേരം കൂടി ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു, മാഡം എനിക്ക് ഇനി ഇരിക്കാൻ വയ്യ, ഞാൻ ഹെൽത്തി അല്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു CI വരും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു CI എപ്പോഴാ വരിക, ടൈം പറയോ? ടൈം പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ശരി മാഡം ഞാൻ ഇറങ്ങാണെന്ന്. അങ്ങനെ ഞാൻ ഇറങ്ങി. അൻസിബ നൽകുന്ന പരാതികളിൽ കേസെടുക്കാതെ ഒരു ഗൂഢാലോചന അൻസിബ സംശയിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. കാരണം ഞാൻ എത്ര തവണ ഇതിന് വേണ്ടിയിട്ട് നടക്കണം. ഞാൻ ഒറ്റയ്ക്കല്ല ഇതിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അത് കണ്ടിട്ടെങ്കിലും ഒരു മനസാക്ഷി കാണിച്ചൂടെ? അപ്പൊ ഞാൻ ആലോചിക്കും എന്നെ പോലെ തന്നെ ആയിരിക്കും സാധാരണ എല്ലാവരും ഇതുപോലെ. എപ്പോഴും എല്ലാവരുടെയും കൂടെ എല്ലാവരും ഒന്നും ഉണ്ടാവില്ല. ഒരു മെജോറിറ്റി എന്ന് എപ്പോഴും പറയുന്നത് അവരൊന്നും ഒറ്റയ്ക്കാണ് അല്ലെ പോകുന്നതും വരുന്നതും പരാതി കൊടുക്കുന്നതും ഒക്കെ ആണെങ്കിൽ. അപ്പൊ അവർക്കൊക്കെ അവർക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു പരിഗണന എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ലഭിക്കേണ്ട ഒരു പരിഗണനയുണ്ട്. ആ പരിഗണന ഞാൻ പറയുന്നത്, അല്ലാതെ ഒരു VIP പരിഗണന ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. ആ മാന്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള ആ പരിഗണന ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ അത് കിട്ടാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്, അമർഷമുണ്ട്. ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നുണ്ടോ അൻസിബയ്ക്ക്? പോലീസ് സ്റ്റേഷനിൽ പരാതി എടുക്കുന്നില്ല, ഉയർന്ന ഉദ്യോഗസ്ഥർ കടമ്പില്ല. 100% അതുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര പേരായിരുന്നു ഈ അൻസിബയ്ക്കെതിരെ ആദ്യം നിന്ന് ടിനി ഉൾപ്പെടെ ഓരോ നടിമാരുൾപ്പെടെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു വിഷയം തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 മാസം ആയെങ്കിലും അൻസിബയുടെ വിഷയം വന്നിട്ട് 1-2 മാസം ആയെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്ര ആൾക്കാർ ഈ കൊച്ചിൻ്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി എത്ര ആൾക്കാർ ഓരോന്നിൻ്റെ മുമ്പിൽ ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ അൻസിബ ഇവിടം വരെ നിൽക്കുകയൊക്കെ ചെയ്തത്. ഗൂഢാലോചന ഇല്ലെന്നോ ലക്ഷ്മിപ്രിയ ഒക്കെ പറഞ്ഞു കേൾക്കണം. വർഗീയത അത് ഇത് മറ്റേതെല്ലാവരും മറന്നെങ്കിലും ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ഒന്നും മറന്നിട്ടില്ല. ഇവിടെ മീഡിയക്കാർ വല്ലപ്പോഴും എടുക്കുന്ന കേസിട്ട് ഞങ്ങൾ ഡെയിലി എടുത്ത് സംസാരിക്കുന്ന ഈ ഒരു പെണ്ണിനോട് ഒറ്റ ഒരു ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ്. കാരണം അത് എവിടെയും പെട്ട് പോരുന്നില്ല ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് നമ്മളെന്നും ഈ കണ്ടന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 500-600 ചില സമയത്ത് 1K 30K ഒക്കെ കയറുമൊക്കെ ചിലപ്പോൾ 100 ചിലപ്പോൾ എത്ര ഈ അൻസിബയുടെ കോണ്ടന്റ് എടുക്കുമ്പോൾ നമുക്ക് 1000-1500 ഉപയോഗിക്കേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം പിടിച്ച് പോവാം. പക്ഷെ എന്ന് നമ്മൾ ഈ ഒരു വിഷയം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കൊച്ചിൻ്റെ നീതിക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ നന്ദി പറയേണ്ടത് നിങ്ങൾ പ്രേക്ഷകരോടാണ്. നിങ്ങളുടെ സപ്പോർട്ട് അതുപോലെ തന്നെ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് ഞാൻ പറയുമ്പോൾ ഞാനും അതിലും യൂഷ്വൽ സൈക്കൊക്കെ ഞങ്ങളുടെ ചാനലിൽ കൂടെ അത് പറയും. അതുവരെ ഈ ലക്ഷ്മിപ്രിയക്ക് കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെയും നിങ്ങളുടെയും വിജയമാണ്, അൻസിബയുടെയും വിജയമാണ് എന്ന് പറയുന്നു. അത്ഭുതമാണ് എനിക്ക്. അപ്പൊ ഞാൻ പരാതിപ്പെടുന്ന ആളുകൾ, ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ അവർക്ക് പുറകിൽ അവരെക്കാൾ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ അവരെ സംരക്ഷിക്കാനുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് ഉണ്ടാവുന്നത്. അപ്പോ എന്തുകൊണ്ട് എനിക്കത് കിട്ടുന്നില്ല? എനിക്ക് അങ്ങനെ ഒരു കാര്യം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനിതിനു വേണ്ടി ഓരോ തവണയും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന് ഒരു വ്യക്തി ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മെനക്കിടുമ്പോൾ ഈ ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ആളുകൾക്കറിയാം അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഞാനും ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രതികരണം വന്നിരിക്കുന്നത് അമ്മയിലെ പവർ ഗ്രൂപ്പുകൾക്കെതിരെയാണ് തന്റെ പോരാട്ടം പറയുന്നത്. അങ്ങനെ പവർ ഗ്രൂപ്പ് ഉണ്ടോ? വളരെയധികം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വളരെയധികം പവർ ഉള്ള ഒരാളാണിത് പറയുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. അങ്ങനെ ഇത്രയും പറയുന്നൊരു വ്യക്തിക്ക് അതിജീവിതയെ തിരിച്ചു കൊണ്ടുവരാമെന്ന് 10 മാസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് വാക്ക് തരാൻ പറ്റിയിരുന്നെങ്കിൽ ആ വാക്ക് പാലിക്കണമായിരുന്നു. അപ്പൊ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും അവൻ പാടില്ല. പറയുന്നത് തന്നെ പ്രവർത്തിക്കണമല്ലേ? ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ അവർക്ക് പറഞ്ഞ കാര്യം നിറവേറ്റാമായിരുന്നു. അതെന്തുകൊണ്ട് ചെയ്തിട്ടില്ല? അതുപോലെ തന്നെ രാജിവെച്ച് ഇറങ്ങിയത് നമ്മുടെ ജനറൽ ബോഡിയിൽ തന്നെ ബാബുരാജേട്ടനൊരു ആരോപണം ഉന്നയിച്ച സമയത്താണ്
അമ്മ അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് ഇറങ്ങി പോകുന്നത്. അതിന്റെ മുന്നേ തന്നെ ആ കമ്മിറ്റി രാജിവെക്കുന്നു എന്ന് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണക്ക് പാസ്സാവാതിരുന്നപ്പോഴാണ്. അപ്പോ ഒരു അലിഗേഷൻ ഉന്നയിച്ച ഉടനെ ഞാൻ അമ്മയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് വേദി വിട്ട് ഇറങ്ങിയത് അവിടെ ഇരുന്ന് എല്ലാവരും കണ്ടതാണ്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് എനിക്ക് ആരുടെയും പാവയാവാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നാണ്. അത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പറയണമായിരുന്നു, എനിക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം നടത്തി അതിന്റെ വേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അമ്മയിലെ അംഗത്വം രാജിവെച്ച് പുറത്തിറങ്ങുന്നു എന്നല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്. അത് പറയാതെ ആരുടെയും പാവയാവാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അതെനിക്ക് അത്ഭുതം ഉണ്ടാക്കി. ഇനി അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് പാവയാക്കിയതെന്നും കൂടെ പ്രസിഡന്റ് പറയണമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും പറയാൻ അവസരമുണ്ട് അല്ലെ? നമ്മള് ഇവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും അത് പറയാം. സോഷ്യൽ മീഡിയ ഉണ്ട്, നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എഴുതി പോസ്റ്റ് ചെയ്യാം, വീഡിയോ ചെയ്യാം. അപ്പൊ ആരായിരുന്നു പാവയാക്കിയതെന്ന് പറയായിരുന്നല്ലോ. അപ്പൊ പവർ ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ പാവയാക്കിയ ആൾക്കാരായിരിക്കുമല്ലോ പവർ ഗ്രൂപ്പ്. അപ്പൊ ആ പവർ ഗ്രൂപ്പ് ആരാണെന്ന് അവര് പറയട്ടെ. പണ്ട് ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ചൊരു സംസാരം വന്നിട്ടുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി സമയത്തൊക്കെ. ഇപ്പൊ ഏതാണ്ട് ആ പവർ ഗ്രൂപ്പ് പൊങ്ങി വരുന്നുണ്ട്. ആരായിരിക്കും? കുറെ കാര്യങ്ങൾ ഇനിയും കിടപ്പുകൊണ്ട് വരാനാ. ഈ പെണ്ണ് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും പറ്റാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? തീർച്ചയായിട്ടും അവരുടെ നിലപാട് പറയേണ്ടതാണ്. അത് അവര് തന്നെ വന്ന് പറയേണ്ടതാണ്. ഇപ്പം എന്റെ നിലപാട് ഞാനാണല്ലോ പറയേണ്ടത്. എനിക്ക് പകരം മറ്റൊരാൾ വന്ന് അൻസിബയുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹം വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിയാണോ ആ വ്യക്തിയുടെ നിലപാട് അറിയിക്കുന്നത് ആ വ്യക്തി തന്നെ വന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് മമ്മൂക്കയും ലാലേട്ടനും അവരുടെ നിലപാട് അറിയിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരത് പബ്ലിക്കായിട്ട് അറിയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൗനം പാലിക്കുകയാണെങ്കിൽ തെറ്റായ ധാരണ സമൂഹത്തിൽ ഉണ്ടാവില്ല. അവരിപ്പോൾ മൗനം പാലിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെ? മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് എനിക്കറിയില്ല. കാരണം ഒരുപക്ഷെ മൗനം പാലിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്ന കാര്യമായിട്ട് പറയുന്നത്, അല്ലാതെ ഇതായിരിക്കും ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളായിരുന്നു എന്നുള്ള ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ സ്റ്റേറ്റ്മെന്റ് പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എനിക്ക് അറിയില്ല എന്താണ് പറയാത്തതെന്ന്. അതാ ഞാൻ പറഞ്ഞത്, അത് അവരോടാണ് ചോദിക്കേണ്ടത്. പറയണമെങ്കിലും പറയാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞാൻ എങ്ങനെ ഓക്കെ എന്തായാലും മമ്മൂട്ടി ലാലേട്ടനും ഒക്കെ ഇപ്പൊ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ മീഡിയയുടെ മുമ്പിലൊക്കെ വന്ന് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവരുടെ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ അവരുടെ വിലയും നിലയൊക്കെ അവർ നോക്കും, അതാണ് കുഴപ്പം വരുന്നത്. പക്ഷെ അവർ ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ പ്രശ്നം അവിടെ സോൾവ് ആയി പോനെ. ലക്ഷ്മി പ്രിയെ പോലുള്ള ആൾമാരൊക്കെ അഹങ്കാരം കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അത് മീൻസ് അഹങ്കാരം കാണാൻ ഞാൻ എന്താ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്, അപ്പോൾ ലവ് യു ഓൾ ഗൈസ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് കൊടുക്കുക, പരമാവധി ഷെയർ ചെയ്യുക, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണെന്നവരെല്ലാം കൂടെ ഒന്ന് സബ് ചെയ്തേക്കുക, ഹൈപ്പ് കൊടുത്തേക്കുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. ബൈ, ടേക്ക് കെയർ ഓഫ്.